السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരെ, ഇവിടെ ഇരുന്ന് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസിനികളെ, ഓൺലൈനിൽ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരുപാടധികം പഠനങ്ങൾ നടന്നിട്ടുള്ള, എന്നാൽ ഇന്നും വളരെയധികം ചിന്തകൾക്കും ഫിലോസഫികൾക്കും ചിന്താധാരകൾക്കും തിയറികൾക്കുമൊക്കെ വരിയൊരുക്കിയിട്ടുള്ള വലിയ ഒരു വിഷയമാണ് മരണം എന്ന് പറയും. നോക്കൂ, നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനാകട്ടെ മറ്റേത് ജന്തുക്കളാവട്ടെ, എല്ലാം ഒരു പോയിന്റ് എത്തുമ്പോൾ നശിക്കും അഥവാ മരിക്കും. പരിശുദ്ധ ഖുർആൻ 29-ാമത്തെ അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. എല്ലാ നഫ്സും, എല്ലാ ദേഹവും മരണം അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ മരണത്തെ രുചിക്കും എന്നതാണ്. മരണം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പോ സംഭവിക്കുന്ന ഒന്നല്ല. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഹത്താ യഅതിയകൽ യഖീൻ എന്നാണ് മരണത്തെ ഉപമിച്ചത്. യഖീനാണ്, ഉറപ്പായും ഒരു സംശയവും കൂടാതെ സംഭവിക്കുന്നതാണ് മരണം എന്ന് പറയും. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തലമുറകൾ ഇങ്ങനെ കഴിയുമ്പോൾ ധാരാളം ആളുകൾ മരണപ്പെടുന്നു, പുതിയ ആളുകൾ ജനിക്കുന്നു, അവർ വീണ്ടും മരണപ്പെടുന്നു. എന്നാൽ ശാസ്ത്രം ഇത്രയേറെ വളർന്ന് AI-യുടെ ഈ കാലഘട്ടത്തിൽ, നാനോ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ, ന്യൂറലിങ്കിന്റെ കാലഘട്ടത്തിൽ എന്താണ് മരണം എന്ന് യഥാർത്ഥത്തിൽ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നോക്കൂ, നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ മരണത്തിന്റെ ഡെഫിനിഷൻ അഥവാ മരണത്തെ ശാസ്ത്രം നിർവചിക്കുകയാണ്. എന്താണ് മരണം എന്നുള്ളത്? ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് NHSന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ, നിലവിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും ഹയർ ലെവൽ ഓഫ് നിർവചനമാണ് മരണത്തിൻ്റെ. എന്താണ് ശാസ്ത്രം പറയുന്നത്? മരണം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ സ്റ്റെമ്മ്, അഥവാ നമ്മളൊരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കിയാകുന്ന ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് പോലെ, നമ്മൾ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂമ്പ് കയ്യിലുള്ളതുപോലെ, ഒരു ഇലയുടെ തണ്ടുള്ളതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ തണ്ട് അഥവാ ബ്രെയിൻ സ്റ്റെം, ആ ബ്രെയിൻ സ്റ്റെം എപ്പോഴാണോ നശിച്ചു പോകുന്നത്, അഥവാ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനാകാത്ത മരുന്ന് കൊണ്ടോ സർജറികൾ കൊണ്ടോ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനാകാത്ത ഒരവസ്ഥയിലേക്ക് ഒരാളുടെ ബ്രെയിൻ സ്റ്റെം എപ്പോഴാണോ നശിച്ചു പോകുന്നത്, അപ്പോഴാണ് മരണം സംഭവിക്കുക. അതുകൊണ്ട് തീരുന്നില്ല. അവിടെ ബാക്കി പറയുന്നത് എന്താ? ആ ശരീരത്തിന് പിന്നെ, ആ തലച്ചോറിന് പിന്നെ കോൺഷ്യസ്നെസ്സിനുള്ള പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുന്നു എന്നാണ്. അഥവാ ബ്രെയിനിന്റെ ആ ഒരു തണ്ട് അത് നഷ്ടപ്പെടുന്നതോടുകൂടി പിന്നീട് ആ ശരീരത്തിലേക്കോ തലച്ചോറിലേക്കോ
കോൺഷ്യസ്നെസ് അഥവാ ബോധം, സ്വബോധം, സ്വയം ഞാൻ എന്ന ഒരു ബോധ്യമുണ്ടല്ലോ. 60 വയസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 60 വർഷത്തെ ചിന്തകളും ആ ഒരു 60 വർഷത്തെ ഓർമ്മകളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അയാളുണ്ടാക്കിയ ഞാൻ എന്ന സെൽഫ് ഐഡന്റിറ്റി, ഞാൻ എന്ന അനുഭവിക്കുന്ന ഞാൻ എന്ന ബോധം, ആ ഒരു ബോധത്തിന് പിന്നീട് തലച്ചോറിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ തലച്ചോറിൻ്റെ തണ്ട് നശിച്ചു പോകുന്ന അവസ്ഥയാണ് മരണം എന്നാണ് ശാസ്ത്രം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഈ ഞാൻ എന്ന ബോധം? ഞാൻ എന്ന ബോധം നഷ്ടപ്പെടുക. ശാസ്ത്രത്തിന് പറയാൻ കഴിയും, മരണം എന്ന് പറയുന്നത് ഹാർട്ട് നിലച്ചു പോകുന്നതാണ്, അതാണ് ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിനുശേഷം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, തലച്ചോറിൻ്റെ ആക്ടിവിറ്റി എല്ലാം അവസാനിക്കുന്നു, അപ്പോഴാണ് ബയോളജിക്കൽ ഡെത്ത് നടക്കുന്നത്. ഇതെല്ലാം പറയാൻ കഴിയും. പക്ഷേ ഈ ഞാൻ എന്ന ബോധ്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ബോധ്യം, അത് യഥാർത്ഥത്തിൽ എന്താ? ശാസ്ത്രം വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരും. ഒരാൾ എഴുന്നേറ്റിരുന്നാൽ അയാൾ കോൺഷ്യസ് ആണ്, അയാൾക്ക് ബോധമുണ്ട്. അഥവാ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്, എത്ര വയസ്സായി, അയാളുടെ പേരെന്താണ്, അയാൾ ഏത് ചുറ്റുപാടിലാണ്, ഏത് വർഷത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായി കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ അയാൾക്ക് ബോധമുണ്ട് എന്ന് ശാസ്ത്രം പറയും. അതല്ല എങ്കിൽ അയാൾ കൃത്യമായൊരു നല്ല റെസ്പോൺസ് നൽകണം. നമ്മൾ കൈ പൊക്കാൻ പറയുമ്പോൾ അയാൾ കാല് പൊക്കരുത്. കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കിയാൽ, പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ വയസ്സ് പറയാതെ പേര് തന്നെ പറഞ്ഞാൽ അയാൾക്ക് ബോധമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതാണ് ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ ഡെഫിനിഷൻ, അഥവാ കോൺഷ്യസ്നെസ്സിൻ്റെ ഡെഫിനിഷൻ. എന്നാൽ ശാസ്ത്രം നമുക്കിന്ന് പറഞ്ഞു തരുന്നത് ഈ കോൺഷ്യസ്നെസ് അഥവാ ഈ ബോധം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ന്യൂറോൺസ്, അതിൻ്റെ കോശങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയും അത് എല്ലാ ഭാഗത്തുമുള്ള തലച്ചോറിൻ്റെ എല്ലാ മേഖലകളും കൃത്യമായി വ്യവസ്ഥാപിതമായി ഒരു രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെ ബോധമുണ്ടാകുമെന്നാണ്. പക്ഷേ ശാസ്ത്രം നമ്മളോട് പറയാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? തലച്ചോറിൽ നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളും ഈ ന്യൂറോണുകളുടെ ഫയറിങ്ങും അഥവാ രക്തത്തിൻ്റെ പ്രവാഹം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ് കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നില്ല. ഏതുപോലെ ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ, ഒന്നും രണ്ടാണ് എന്ന് പറയുന്നത് പോലെ, തലച്ചോറിലുള്ള രാസപ്രവർത്തനങ്ങൾ കാരണം ഉണ്ടായി വരുന്ന, മുളച്ചു വരുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഞാൻ എന്ന ബോധ്യം, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഞാൻ എന്ന യാഥാർത്ഥ്യം എന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. മരണം എന്താണ്, നമ്മുടെ ബോധം എന്താണ്, നമ്മുടെ ബോധം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. ഈയിടെ യൂട്യൂബിലൊരു വീഡിയോ കാണാനിടയായി. 2.5 ലക്ഷത്തോളം ആളുകൾ ഒരുപാടധികം പോസിറ്റീവ് റെസ്പോൺസിൽ കണ്ട ഒരു വീഡിയോ. ആ വീഡിയോയുടെ ഒരു ശകലമാണ് നിങ്ങളെ ഞാനിപ്പോൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ ടൈറ്റിൽ ഡെത്ത് എക്സ്പ്ലെയിൻഡ് എന്നാണ്. മരണം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു. എന്താണ് മരണം എന്ന് പറയാൻ. ആ വീഡിയോ ഏകദേശം 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന, 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് യഥാർത്ഥത്തിൽ മരണം എന്താണ് എന്ന് ആ വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ ഇൻ ദി എൻഡ് ഐ ഗെസ് വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് സോറി. ഞാൻ നിങ്ങൾക്ക് ഡെത്ത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഡെത്ത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. വീഡിയോൻ്റെ ടൈറ്റിൽ ഡെത്ത് എക്സ്പ്ലെയിൻ ഇട്ടിട്ട് ഞാൻ ഡെത്ത് എക്സ്പ്ലെയിൻ ഇല്ല. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ആർക്കും എന്താണെന്ന് അറിയാത്തൊരു കാര്യം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ ടു പെർസ്പെക്റ്റീവ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ആൻ ആബ്സെൻസ് ഓഫ് വിഷൻ? കാഴ്ചയുടെ ആബ്സെൻസ് എന്താണ്? ഇപ്പം നിങ്ങൾ 2 കണ്ണും അടച്ചിട്ട് പറയുകയാണ് ഇതാണ് കാഴ്ചയുടെ ആബ്സെൻസ്, ശരിയല്ല, അത് ഇരുട്ടാണ്. ഇരുട്ട് എന്താണെന്നല്ല ഞാൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് ആൻ പറഞ്ഞെന്തെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കണം. അത്രയേറെ മിനിറ്റുകൾ കൊണ്ട് മരണം എന്താണ് എന്നും ബോധം എന്താണ് എന്നും തലച്ചോറിൻ്റെ ആക്ടിവിറ്റികളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് വീഡിയോയുടെ അവസാനം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങൾക്ക് മരണം എന്താണ് എന്ന് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന്. മരണം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം കേവലം തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങൾ കൊണ്ട് ബോധത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ആ ബോധത്തിൻ്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ച് പറയാനും അതിൻ്റെ വേർപാടിനെ സംബന്ധിച്ച് പറയാനും ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ നോക്കാം. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മൾ ഇന്ന് ശാസ്ത്രം
വളരെയേറെ പഠന വിധേയമാക്കിയിട്ടുള്ള ഹെൻറി ഒലൈസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പഠനമാണ്. എന്താണ് ആ പഠനം സൂചിപ്പിക്കുന്നത്? 1953 അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ വലിയ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഹിപ്കോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗവും തൻ്റെ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ടെമ്പറൽ ലോബുകളെയും സർജറിയിലൂടെ നീക്കം ചെയ്തൊരു വ്യക്തിയാണ്. ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളെ നീക്കം ചെയ്തതിന് ശേഷം അദ്ദേഹം ഏകദേശം 82 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. 27ാമത്തെ വയസ്സിൽ സർജറി ചെയ്ത് ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും നീക്കം ചെയ്തിട്ട് 82ാമത്തെ വയസ്സ് വരെ ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ജീവിച്ചു എന്നാണ്. അടുത്തതായി നിങ്ങൾ കാണുന്നത് ഫീനിയസ് ഗേജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 1848കളിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചുകൊണ്ട് ഉണ്ടായ ഒരു അപകടത്തിൽ തൻ്റെ തലച്ചോറിലൂടെ, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ, തലച്ചോറിൻ്റെ ഉള്ളിലൂടെ കണ്ണിൻ്റെ പിൻഭാഗത്തുകൂടെ ഒരു ഇരുമ്പ് ദണ്ട് തുളച്ചു കയറി അദ്ദേഹത്തിൻ്റെ തലയോട്ടി തുളച്ച് പുറത്തു വന്നു. എന്നാൽ പുറത്തു വന്നതിന് ശേഷം ആ ഇരുമ്പ് ദണ്ട് തലയിലൂടെ കയറി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബോധം പോയില്ല. അദ്ദേഹത്തിന് ഞാൻ ആരാണ് എന്ന ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ തലച്ചോറിലൂടെ തൻ്റെ സ്കള്ള് തുളച്ചുകൊണ്ട് ഒരു ഇരുമ്പ് ദണ്ട്, 6 കിലോഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു ഇരുമ്പ് ദണ്ട് തൻ്റെ തലയിലൂടെ തുളച്ചു കയറി നിൽക്കുന്നു എന്ന പൂർണ്ണമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നും തനിക്ക് വേദനയുണ്ടോ എന്നും എന്താണിപ്പോൾ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമെന്നും ഒക്കെ കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ്. അടുത്ത നിങ്ങൾ കാണുന്നത് ക്രിസ്റ്റീന സാൻഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. തൻ്റെ 8ാമത്തെ വയസ്സിൽ അപസ്മാരം നിമിത്തം തൻ്റെ ബ്രെയിനിൻ്റെ ഒരു പകുതി, തലച്ചോറിൻ്റെ ഒരു പകുതി മുറിച്ചു മാറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്. ഹോസ്പിറ്റൽ വിധി എഴുതി അവർക്കിനി വായിക്കാനോ കൃത്യമായി ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനോ വണ്ടി ഓടിക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് ഹോസ്പിറ്റൽ വിധി എഴുതി. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ പകുതി തലച്ചോറ് വെച്ചുകൊണ്ട് ആ സ്ത്രീ 2 മാസ്റ്റർ ഡിഗ്രി എടുക്കുകയും നല്ല രൂപത്തിൽ വാഹനം ഓടിക്കുന്ന നല്ല ഒരു ഡ്രൈവറായി മാറുകയും ചെയ്ത ചരിത്രം ഏറെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കാർലോസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 14ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് തൻ്റെ തലച്ചോറിൻ്റെ നല്ലൊരു ശതമാനം ഭാഗവും നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിനു ശേഷവും ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഈ തലച്ചോറിൻ്റെ ഇത്രയും ഭാഗം വെച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു എന്നാണ്. ഇപ്പോഴും ജീവനോട് കൂടെയുള്ള ഈ വ്യക്തിയോട് നമ്മൾ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയും, എൻ്റെ പേര് ഇതാണ്. ഏത് വർഷമാണ്, എന്താണ് താങ്കൾ അനുഭവിക്കുന്നത്, തൻ്റെ ഓർമ്മകളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി. ശാസ്ത്രം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തലച്ചോറാണ് ഞാൻ എന്ന സ്വയം ബോധ്യം എന്ന് പറയുമ്പോൾ ആ തലച്ചോറൊന്ന് തുറന്നു നോക്കിയാൽ ഈ ഞാനെന്ന ബോധമോ നമ്മൾ അനുഭവിക്കുന്ന വേദനകളോ നമ്മളിന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഓർമ്മകളോ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നോക്കുക, അടുത്തതൊരു വീഡിയോ ആണ്. ഡഗ്മർ ടേണർ എന്ന് പറയുന്ന UK-യിലെ ഒരു സ്ത്രീ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ 2020 വെച്ചുകൊണ്ട് ഒരു ബ്രെയിൻ സർജറിക്ക് വിധേയയായ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നിൽ ഡോക്ടർമാര് ആ സ്ത്രീയുടെ സ്കള്ള് തുറന്നു വെച്ചുകൊണ്ട്, തലയോട്ടി തുറന്നു വെച്ചുകൊണ്ട് ബ്രെയിനിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിലുണ്ടായ ഒരു ട്യൂമറിനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ട്യൂമർ ഉള്ളത് തൻ്റെ കൈയുടെ കൃത്യമായ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ എന്നറിയാൻ ലൈവ് ആയിക്കൊണ്ട് അനസ്തേഷ്യ കൊടുക്കാതെ, അനസ്തേഷ്യയുടെ പിൻബലമില്ലാതെ പിന്നിൽ ഡോക്ടർമാർ അവിടെ സർജറി ചെയ്തുകൊണ്ടിരിക്കാൻ ആ സ്ത്രീ വയലിൻ വായിച്ചുകൊണ്ടിരിക്കാൻ. ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഒരാളുടെ ബോധം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, സ്വയം ഞാൻ എന്ന ബോധ്യം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിന് കൃത്യമായ ഒരു ഉത്തരം ഈ മുൻപ് നമ്മൾ കണ്ട കേസുകളിലൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ബോധം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിക്കൊണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണ്. കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലാത്ത ആള് ആരും ഉണ്ടാവില്ല. എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു പവർ സപ്ലൈ ഉണ്ടാവും. അതിനെ നമുക്ക് നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനായി താരതമ്യം ചെയ്യാം. കാരണം പവർ സപ്ലൈ ഇല്ല എങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് പോലെ ആ ഇലക്ട്രിക് സിഗ്നലുകൾ, ഇലക്ട്രിസിറ്റി കൃത്യമായി കൊണ്ട് ആ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു. ഒരു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് അതിൻ്റെ CPU ആണ്. ആ CPUവിൻ്റെ ഉള്ളിലാണ് മദർ ബോർഡുകളും ഹാർഡ് ഡിസ്കുകളും റാമും അതുപോലെയുള്ള വ്യത്യസ്തമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളുള്ളത്. ഈ വ്യത്യസ്തമായ ഭാഗങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. എന്നാൽ കറണ്ട് വരുന്നു, ഒരു CPU ഉണ്ട്, നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്കൊരു മോണിറ്റർ വേണം, ഒരു സ്ക്രീൻ വേണം.
ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു മോണിറ്ററും CPU ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയാം. എന്നാൽ സ്ക്രീനിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് CPU അഥവാ കമ്പ്യൂട്ടറിന്റെ ബ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന ചിപ്പുകളെയും മറ്റുമാണോ? അല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ്. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു കോർഡിനേഷനാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും, ആൻഡ്രോയിഡിന്റെ ഫോണുകൾ ഉണ്ടാവും, iOS-ന്റെ ഫോണുകൾ ഉണ്ടാവും, ആപ്പിളിന്റെ. അതുപോലെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്കിന്ന് വിൻഡോസ്, ലിനക്സ് എന്ന് പറയുന്ന പല രൂപത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടാവും. ഒരു ദിവസം ഈ മോണിറ്റർ ഓഫ് ചെയ്തിട്ടിട്ട് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ട്. എന്നാൽ ആ CPU തുറന്നിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാലോ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ CPU തുറന്നിട്ട് ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ സ്ക്രീൻ ഓഫ് ആകുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാലും നമ്മുടെ ഫോണിൻ്റെ പിന്നിൽ അതിൻ്റെ സമയങ്ങൾ കൃത്യമായി നീങ്ങുന്നു. വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഓഫായി നിൽക്കുന്ന ഒരു ഫോണിൻ്റെ സ്ക്രീൻ കാണിച്ചുകൊണ്ട് ഇതിലെവിടെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് ശാസ്ത്രത്തിൻ്റെ ഈ ഒരു ക്ലാരിറ്റി കുറവുള്ള ഏരിയ. ഈ സംസാരം കൊണ്ട് ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കാനോ ശാസ്ത്രത്തിന് ഇത് പറയാൻ കഴിയുന്നില്ല, ശാസ്ത്രം വളരെ പിന്നിലാണ്, ശാസ്ത്രത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞു വെക്കാനല്ല ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ശാസ്ത്രം അതിൻ്റെ ജോലി ചെയ്യുന്നു. ഒരു കാര്യത്തെ കൃത്യമായി പഠിച്ച് അതിൻ്റെ വരുംവരായികകളെ മനസ്സിലാക്കി അതിനെ കൃത്യമായി ഫിസിക്കലായി പല മെഷറുകളും ഉപയോഗിച്ച് പഠിച്ച് കാര്യങ്ങളെ പറഞ്ഞു തരലാണ് ശാസ്ത്രം എന്ന് പറയും. ആ ശാസ്ത്രത്തിന് മേഖലയില്ലാത്ത ചില ഏരിയകളുണ്ട്. ഉദാഹരണത്തിന് ഈ ബോധം എന്ന് പറയുന്ന, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഭാഗം, അതിനെ സംബന്ധിച്ച് ശാസ്ത്രം നമ്മളോട് ഇന്നും ഈ നിലക്കുള്ള കൃത്യമായ വിശദീകരണങ്ങൾ തരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കാം. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന ഒരു പ്രതിഭാസമാണ്. അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥ. അഥവാ അയാൾ മരിച്ചു പോയോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, എന്നാൽ അയാൾ ജീവനോടുകൂടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനോടുകൂടി ഇല്ലാത്ത നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ഭയാനകരമായ ഒരവസ്ഥ. എപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുക? ഒരാളുടെ ഹാർട്ട്, അയാളുടെ ഹൃദയം നിന്നുപോകും. ഹൃദയം നിന്നു പോകുമ്പോൾ സ്വാഭാവികമായും ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ അയാളുടെ ബ്രെയിൻ നശിക്കാൻ തുടങ്ങുന്നു. ആ നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇടക്ക് അയാളുടെ ഹാർട്ട് നിന്ന് പോയെടുത്ത് നിന്ന് ഏകദേശം വരുന്ന 20 സെക്കൻഡോളം സമയം. ആ 20 സെക്കൻഡോളം സമയത്ത് ഒരു മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലേ, ആ ഒരു സമയത്ത് ഒരാൾക്ക് CPR കൊടുത്തുകൊണ്ടൊക്കെ നമുക്കൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ നമ്മളിപ്പോൾ TV-യിലും മറ്റു രൂപത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ CPR കൊടുത്ത് ആ നിന്നുപോയ ഹാർട്ടിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന കേസിൽ ആ ബ്രെയിനിൻ്റെ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പുള്ള കേവലം 20 സെക്കൻഡിൽ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാഴ്ചകളെ സംബന്ധിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 1976 മുതൽ ഏകദേശം 2005 വരെ വരുന്ന കാലഘട്ടത്തിൽ നടന്ന പഠനത്തിൽ അത്ഭുതകരമായ റിസൾട്ടാണ് ഇവിടെ ഉണ്ടായത്. അഥവാ ഹാർട്ട് നിന്നുപോയി ബ്രെയിൻ നിൽക്കുന്നതിന് മുമ്പുള്ള 20 സെക്കൻഡിൽ ആളുകൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ സിമിലറായ പാറ്റേണാണ്. എല്ലാവരും, നല്ലൊരു ശതമാനം ആളുകളും ഒരേ രൂപത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ. എന്തൊക്കെയാണ് ആ കാഴ്ചകൾ? ഒന്ന്, താൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരവസ്ഥ അയാൾക്ക് അനുഭവപ്പെടുമെന്നാണ്. തനിക്ക് തൻ്റെ ശരീരത്തെ തിരിച്ചു കാണാൻ കഴിയുന്നൊരവസ്ഥ. അതുപോലെ വലിയ ഒരു ടണലിലൂടെ, വലിയ ഒരു ഗർത്തത്തിലേക്ക്, ഒരു കൊക്കയിലേക്ക് വീഴുന്ന ഒരു പ്രതീതി അയാൾക്ക് ഫീൽ ചെയ്യുമെന്നാണ്. ആ ഒരു 20 സെക്കൻഡിൽ വലിയ ഒരു ലൈറ്റ് കാണുകയും അതുപോലെ മരിച്ചുപോയ ആളുകളെ കണ്ടുമുട്ടുകയും തൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഫ്ലാഷ് ബാക്ക്, ചെറുപ്പം മുതൽ ഈ ഒരു മരിക്കുന്ന സമയം വരെ അയാൾ അനുഭവിച്ചിട്ടുള്ള അയാളുടെ ചൈൽഡ്ഹുഡ്, ആ ചെറുപ്പം മുതൽ അയാളുടെ എല്ലാ അനുഭവങ്ങളും അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുമെന്നാണ്. ഇന്ന് വരെ ശാസ്ത്രത്തിന് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ സിമിലർ പാറ്റേൺസ് കാണുന്നത്? ഏതോ ലോകത്ത് ജീവിക്കുന്ന, ഏതോ നാട്ടിലുള്ള, ഏതോ സംസ്കാരത്തിൽ, ഏതോ മതത്തിൽ, മതമില്ലാതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ സിമിലറായി എല്ലാവരും ഈ ഒരു രൂപത്തിൽ കാഴ്ചകൾ കാണുന്നു എന്നത് ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തി. ഇവിടെയാണ് ശാസ്ത്രത്തെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന, ശാസ്ത്രത്തിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത, ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയകളിൽ മതം കൃത്യമായി കൊണ്ട് ആ ബ്ലാങ്കുകളൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ബ്ലാങ്കിൻ്റെ എല്ലാം ഫില്ലിംഗ് എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആൻ അനവധി സ്ഥലങ്ങളിൽ നഫ്സിനെ സംബന്ധിച്ചും റൂഹിനെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഞാൻ എന്ന ബോധ്യം,
അതൊരിക്കലും ഒരു ബ്രെയിൻ തുറന്നു നോക്കിയാൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വയലിൻ വായിക്കുന്ന ഒരു സ്ത്രീ, നമ്മൾ മുമ്പ് കണ്ടൊരു വീഡിയോയിൽ ഒരു സ്ത്രീ വയലിൻ വായിച്ചുകൊണ്ടിരിക്കാൻ, ആ സ്ത്രീ വയലിൻ വായിക്കുമ്പോൾ കേൾക്കുന്ന മ്യൂസിക്കോ അവരനുഭവിക്കുന്ന ഒരു ഇമോഷനോ അവരനുഭവിക്കുന്ന വികാരങ്ങളോ നമ്മൾ അനുഭവിക്കുന്ന വേദനകളോ സങ്കടങ്ങളോ ഒരു ബ്രെയിൻ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു തലച്ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവം നമുക്കുള്ളത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഏതാനും ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വയസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് പ്രവാചകരെ അവർ ചോദിക്കുകയാണ്. എന്താണ് റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുലിർ റൂഹു മിൻ അംരി റബ്ബി. ആ റൂഹ് എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഞാൻ എന്ന ബോധ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ആ ഞാൻ എന്ന ബോധ്യം യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ വിഷയമാണ്. അതൊരിക്കലും ഉദീച്ചും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നമുക്ക് വളരെ കുറച്ച് മാത്രം അറിവ് നൽകപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. ഉറക്കത്തെ ഇസ്ലാം താരതമ്യം ചെയ്തത് മരണത്തോടെ. വലിയ ഒരു മരണമാണ് നമ്മുടെ വേർപാട് എങ്കിൽ, നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറുന്ന ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ഒരവസ്ഥയാണ് മരണമെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഉറക്കം എന്ന് പറയുന്നതാണ് ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ബോധമില്ല. പിന്നെ ഈ സ്വപ്നം കാണുന്നത് ആരാണ്? ആരാണ് ആ സ്വപ്നങ്ങളിലൂടെ സങ്കടങ്ങൾ അനുഭവിക്കുന്നത്? ആരാണ് ആ സ്വപ്നങ്ങളിലൂടെ വേദനകളും ആ പ്രയാസങ്ങളും പേടികളും അനുഭവിക്കുന്നത്? ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം നൽകാത്ത ഈ ഒരു ഏരിയയിൽ ഇസ്ലാം മതം കൃത്യമായി കൊണ്ടൊരു രൂപം നമുക്ക് തരുമ്പോൾ, ആ ക്ലാരിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ ക്ലാരിറ്റി തരാത്ത സയൻസിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? മരണം എന്താണ് എന്നോ കോൺഷ്യസ്നെസ് എന്താണ് എന്നോ ഞാനെന്ന ബോധം എന്താണെന്നോ കൃത്യമായി പറഞ്ഞ് നമുക്ക് തരാൻ കഴിയാത്ത, അതൊരിക്കലും ശാസ്ത്രത്തിൻ്റെ പോരായ്മയല്ല, അത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല. ആ ശാസ്ത്രത്തിൻ്റെ മേഖല ഇല്ലാത്ത വിഷയത്തിൽ മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാൾക്കും കഴിയില്ല എന്ന ഒരു ആപ്തവാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.